കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കുടക് മലനിരകളോട് ഓരം ചേർന്ന് കിടക്കുന്ന 31.21 കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് പായം പഞ്ചായത്ത്. പ്രസിദ്ധമായ പഴശ്ശി ജലസേചന പദ്ധതിയുടെ ജലസംഭരണി കൂടിയാണ് പായം. ഇരിട്ടി ആറളം പുഴകളുടെ സംഗമഭൂമിയായ പായത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഇടങ്ങളുണ്ട്. ജനകീയ കൂട്ടായ്മയിലൂടെ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് സന്ദർശകരെയും പഠന ഗവേഷകരെയും ആകർഷിക്കുന്ന തരത്തിൽ ഇത്തരം ഇടങ്ങളെ ഒതുക്കുന്നതിന് ഹരിത കേരളം മിഷൻ സഹകരണത്തോടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നിരവധി പച്ചത്തുരുത്തുകൾ പഞ്ചായത്തിലുണ്ടെങ്കിലും വേറിട്ടതും ശ്രദ്ധയാകർഷിക്കുന്നതും പുഴയോട് ചേർന്ന് കിടക്കുന്നതുമായ കിളിയന്തറ തോണിക്കടവ് പച്ചത്തുരുത്ത് സമൃദ്ധമായ മുളന്തുരുത്താക്കി മാറ്റുന്നതിന് പഞ്ചായത്തിന് സാധിച്ചു. പുഴയുടെ തീരത്ത് തരിശായി കിടന്നിരുന്ന ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്തെ പച്ചപ്പാർന്ന മനോഹരമായ പച്ചത്തുരുത്താക്കുന്നതിൽ നാട്ടുകാരുടെ പിന്തുണയും ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ ഇതിൻ്റെ സാധ്യത അറിയുന്നതിന് കുറച്ച് മുളം തൈകൾ നട്ടുകൊണ്ട് പുഴ സംരക്ഷണമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ തുടർന്നുള്ള വർഷമാകുമ്പോഴേക്കും മുളകൾ വളർന്നു വന്നത് കൂടുതൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും പ്രേരണയായി. അതാണ് പിന്നീട് പച്ചത്തുരുത്ത് എന്ന ഹരിത കേരള മിഷന്റെ ആശയത്തിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിച്ചത്. മുൻകാലങ്ങളിൽ തോണിക്കടവായി ഉപയോഗിച്ചിരുന്ന ഈ പുഴയോര സ്ഥലത്ത് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള പച്ചത്തുരുത്തിൽ 36 വിവിധ ഇനം മുളന്തൈകൾ വയനാട്ടിൽ നിന്നും കൊണ്ടുവന്നാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. 2022 തുടക്കം കുറിച്ച പച്ചത്തുരുത്ത് ഇന്ന് 2025 ആകുമ്പോഴേക്കും സമൃദ്ധമായ മുളം കൂട്ടമായി മാറ്റിയെടുക്കുന്നതിന് സാധിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ഏകോപനത്തിൽ പ്രദേശത്തുള്ള ജനങ്ങൾ അവരുടെ കൂട്ടായ്മയിലൂടെയുള്ള സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാനിടയാക്കിയത്. ഈ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ ചേർന്നുള്ള ജനകീയ കമ്മിറ്റിയാണ് പച്ചത്തുരുത്തിന്റെ പരിപാലനം ഉൾപ്പെടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവരുടെയും പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തിൽ നബാർഡ് പോലുള്ള ഏജൻസികളുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി കൂട്ടായ്മയുടെ സഹായത്തോടെ നിലനിൽക്കുന്ന പച്ചത്തുരുത്തിൽ 2800-ലധികം മുളകൾ ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. വിവിധ വിഭാഗത്തിൽപ്പെട്ട മുളകളെ ഇനം തിരിച്ച് പേരുകൾ രേഖപ്പെടുത്തിയും ജൈവ വേലി സ്ഥാപിച്ചുകൊണ്ട് സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന പ്രദേശവാസികൾക്ക് ഒരു വരുമാന മാർഗം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നു. പ്രായം ചെന്ന മുളകൾ ഉപയോഗിച്ച് നിത്യോപയോഗ വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിലൂടെ അത്തരം കലാകാരന്മാർക്കും പഞ്ചായത്തിനും ഒരുപോലെ വരുമാനം കണ്ടെത്താൻ സാധിക്കും. നെറ്റ് സീറോ കാർബൺ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത കേരളം മിഷൻ തെരഞ്ഞെടുത്ത പഞ്ചായത്ത് എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ പായം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിവരുന്നു. പരമാവധി ഇടങ്ങളിൽ പച്ചത്തുരുത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം നെറ്റ് സീറോ കാർബൺ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രവർത്തനമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറച്ച് നെറ്റ് സീറോ കാർബൺ അവസ്ഥയിലെത്തുവാനുള്ള സർക്കാരിന്റെ ലക്ഷ്യം ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുമ്പോൾ അതിന് ഉപകാരപ്രദമാകുന്ന തരത്തിൽ പഞ്ചായത്തിലെ കൃഷിസ്ഥലങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനും തരിശായി കിടക്കുന്ന ഇടങ്ങളെ തരിശ് രഹിതമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടൽ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ കഴിയുന്നത്ര ഇടങ്ങളിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് കാർബൺ എമിഷൻ കുറച്ചുകൊണ്ടുവരികയും കാർബൺ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനും പച്ചത്തുരുത്ത് എന്ന ആശയത്തിലൂടെ ലക്ഷ്യം നേടാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.